നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാമായണ പാരായണം നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് ഹനുമത് സുഗ്രീവ സംഭാഷണമാണ്. കേൾക്കാം. ഭക്തപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണം ആദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരർ ഇക്കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാ സരിദ്വീപശൈലനിവാസികൾ പർവതതുല്യ ശരീരികളേവരും ഉർവീപതി കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപരേ ശുദ്ധസ്ഫടിക സംകാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളം ഇല്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ
താര തനയനാം അംഗദനിങ്ങനെ ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ ചൊല്ലുവാൻ ആവതല്ലാതോളം ഉണ്ടല്ലോ. വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്ക വേണം എന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കപിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധനും, തുങ്കൻ, നളനും, ശരഭൻ, സുഷേണനും, വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം. ഹനുമത് സുഗ്രീവ സംഭാഷണത്തിൽ നമുക്ക് അറിയാനുള്ളത് എന്ത് എന്ന് കേൾക്കാം. 4 മാസത്തെ വ്രതത്തിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമി പ്രവർഷണഗിരിയിൽ കഴിഞ്ഞു. ആ വർഷകാലം കഴിഞ്ഞുകൂടിയിട്ടും സുഗ്രീവൻ ആദ്യമേറ്റതുമാതിരി സീതാദേവിയെ കണ്ടെത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ അതിയായിട്ടുള്ള ദുഃഖമുണ്ടായി. ഈ ദുഃഖം ഭഗവാൻ ഒരു പ്രാകൃതന മാതിരി കരഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ദുഃഖം അനുഭവിക്കുന്നില്ല. സുഖവും ദുഃഖമില്ലാത്ത ആ പരമാനന്ദ സ്വരൂപത്തിന് ആനന്ദത്തിൽ മാത്രം ഒഴുകിയിരിക്കണം ആ ഭഗവാന് ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഭഗവാൻ അറിയാം ഇത് യോഗമായാദേവിയാണ്. രാവണവധത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ രചിച്ചിട്ടുള്ള ലീലയാണിത്. എന്നാലും ലോകർക്ക് വിശ്വാസമുണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു പ്രാകൃതന മാതിരി ദുഃഖത്തെ അഭിനയിച്ചു. ആ സമയത്ത് ഭഗവാന്റെ ദുഃഖം കണ്ടിട്ട് സഹിക്കാണ്ട് ലക്ഷ്മണൻ സുഗ്രീവൻ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചാപബാണങ്ങൾ എടുത്ത് തയ്യാറായി. ഭഗവാൻ പറയുന്നുണ്ട് ഒന്ന് കാര്യം തിരക്കി വരൂ. സുഗ്രീവനും കൃതഘ്നൻ എത്രയേ എന്ന് ഭഗവാൻ ചിന്തിക്കുന്നുണ്ട്. നന്ദിയില്ലാത്തവൻ എന്ന് ചിന്തിച്ചു. ഭഗവാന്റെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ലക്ഷ്മണൻ ആകെ ക്രുദ്ധനായിട്ട് സർവ്വപ്രപഞ്ചത്തെയും നശിപ്പിക്കാനുള്ള ക്രോധത്തോടു കൂടിയിട്ട് കിഷ്കിന്ധാപുരിയിലേക്ക് നടക്കുക. ഈ കാര്യം ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി ഇതിനു മുന്നേ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ. ഉപകാരത്തെ മറക്കുന്നവൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ മറന്ന് തൻ്റെ സുഖത്തിൽ മാത്രം അഭിരമിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ജഡത്തിന് കണക്കാണ്. അതുകൊണ്ട് നീ ഏറ്റ കാര്യം നീ എന്തായാലും ചെയ്യണം. ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഈ ഉപദേശം കിട്ടിയപ്പോൾ സുഗ്രീവൻ ദേവി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാനാദിക്കിൽ നിന്നും വാനരന്മാരെ വരുത്താൻ അറിയിച്ചു. അതിനൊക്കെ ശേഷമാണ് ലക്ഷ്മണൻ സുഗ്രീവനെ പാഠം പഠിപ്പിക്കാൻ വരുന്നത്. ഇത് കണ്ടപ്പോൾ താരയാണ് സുഗ്രീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. താര വന്നിട്ട് പറഞ്ഞു വാനരന്മാരുടെ സ്വഭാവമാണ് മൗഢ്യം എന്നുള്ളത് വാനര സ്വഭാവമാണ്. ആ വാനര സഹജമായിട്ടുള്ള സ്വഭാവം കൊണ്ട് സുഗ്രീവനെ കൃതഘ്നനെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. സുഗ്രീവൻ സദാ രാമകാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും തയ്യാറാണ്. രാമനാമം മാത്രമാണ് ആ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. വന്ന് നിരനിരയായിട്ട് നിന്നിട്ടുള്ള വാനരന്മാരെ ഓരോരുത്തരെ കാണിച്ചു കൊടുത്തു. ഇനി ഓരോരുത്തരെയായിട്ട് സീതാന്വേഷണത്തിന് അയക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സീതാന്വേഷണത്തിനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ള വാനരന്മാരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. ആ വാനരന്മാരുടെ മഹിമ പറയുകയാണ്. ഗജതുല്യ ശരീരികളുണ്ട്, ആനയുടെ തുല്യമായിട്ട് ശരീരമുള്ളവർ, ബലമുള്ളവർ, 10 ഗജത്തിൻ്റെ ബലമുള്ളവരുണ്ട്. 1 2 അല്ല, 10 ഗജത്തിൻ്റെ 10 ആനകളുടെ ശക്തിയുള്ളവന്മാരുണ്ട്. ശൈലസമാനമായിട്ടുള്ള ദേഹമുള്ളവരുണ്ട്, സ്വർണത്തിൻ്റെ നിറമുള്ളവരുണ്ട്, ഇച്ഛയ്ക്കനുസരിച്ച് രൂപം മാറ്റാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ കേമന്മാരായിട്ടുള്ള അദ്വിതീയന്മാരായിട്ടുള്ള അനേകായിരം വാനരന്മാർ അങ്ങയുടെ കാര്യത്തിന് വേണ്ടി രാമകാര്യാർത്ഥമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരി സർവദാ മനസ്സിൽ രാമനെ തന്നെ ഉറപ്പിച്ചവരാണ് ഇവരെല്ലാവരും. ഇവരുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചവരാണ് എന്ന് പറഞ്ഞു സുഗ്രീവൻ.
സുന്ദരിയായിട്ടുള്ള സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന ദിശകളിലേക്ക് പോകണം എന്ന് ഓരോരുത്തരെ ചട്ടം കെട്ടി. ആ വന്നവരിൽ പ്രമുഖരായിട്ടുള്ള വാനരന്മാർ കുറച്ച് പേരുടെ പേര് പറഞ്ഞു. സുഷേണനുണ്ട്, നീലനുണ്ട്, ഗജനുണ്ട്, ഗവാക്ഷനുണ്ട്, നളനുണ്ട്, അങ്കദനുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ പിതാവായിട്ടുള്ള കേസരിയുണ്ട്, വിവിധനുണ്ട്. അങ്ങനെ ധാരാളം വാനരന്മാരുടെ പേര് പറഞ്ഞു. ആ കൂട്ടത്തിൽ വൃക്ഷരാജനായിട്ടുള്ള ജാംബവാൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള ജാംബവാനിയും കാണിച്ചു കൊടുത്തു. സർവ്വവൃക്ഷങ്ങളുടെയും അധിപതിയാണ് ഇദ്ദേഹവും അങ്ങയുടെ കാര്യത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരെയും 100,000 പേരെ വെച്ചിട്ട് ഓരോ ദിശയ്ക്കും അയച്ചു. ആ 100,000 പേര് ഓരോ ദിശയിലും പോകുന്നതിൽ ഹനുമാൻ സ്വാമി അടക്കമുള്ള എണ്ണം പറഞ്ഞ ചിലർ ദക്ഷിണ ദിക്കിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്കദൻ ഉണ്ട്, ജാംബവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, സുഷേണൻ, ഹനുമാൻ സ്വാമി, ഇത്രയും പേര് എന്തായാലും ദക്ഷിണ ദിക്കിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. കാരണം ദക്ഷിണ ദിക്കിലേക്കാണ് ദേവിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വിവരം ഭഗവാന് ശബരിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ജടായുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദേവിയുടെ സ്ഥാനം ദക്ഷിണ ദിക്കിലായിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. എന്നാലും എല്ലാ ദിക്കിലേക്കും അന്വേഷിക്കാൻ ആളുകൾ പോകണം, ഒരു ദിക്ക് പോലും വിട്ടുപോകരുത്. ആ കണക്കിലാണ് എല്ലാവരെയും 4 ദിക്കിലേക്ക് വിടുന്നത്. അതിൽ തന്നെ ഏറ്റവും കേമന്മാരായിട്ടുള്ളവരെ ദക്ഷിണ ദിക്കിലേക്ക് അയച്ചു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, 30 നാൾ മാത്രമേ സമയമുള്ളൂ, നിങ്ങൾക്ക് 30 നാൾ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ദേവിയെ പറ്റിയുള്ള വൃത്താന്തം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വരണം. അല്ലാത്ത പക്ഷം എല്ലാവരും മൃത്യുവിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും മരണശിക്ഷ കിട്ടും. കടുത്ത താക്കീത് തന്നെ കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ കാര്യത്തിനായിട്ട്, സീതാന്വേഷണത്തിനായിട്ട് ഓരോരുത്തരെയും ചുമതലപ്പെടുത്തി. അങ്ങനെ ഭഗവാന്റെ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വന്നിട്ടുള്ള ആ വാനരന്മാരെ മനസ്സിൽ സ്മരിക്കുന്നു. സർവ്വപ്രപഞ്ചത്തിൻ്റെയും നാഥനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ, മര്യാദാപുരുഷോത്തമനെ, ലക്ഷ്മണാഗ്രജനെ, സീതാസമാരോപിതമായിട്ടിരിക്കുന്ന ആ രൂപത്തെ സദാ മനസ്സിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സമുദ്രം കടന്ന് ലങ്കയിലെത്തുന്ന ഹനുമാൻ ലങ്കയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ലങ്കാദഹനവും അത്യന്തം രസകരമായ ഭാഗങ്ങളാണ്. ഈ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ രാമകഥാമൃതത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാംബവാന്റെ വാക്ക് കേട്ട് ഭഗവാൻ ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും സമുദ്ര തരണത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. സീതാദേവിയെ അപഹരിച്ചത് രാവണനാണ് എന്ന് പൊതുവിൽ അറിയാം. ദേവി അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഭഗവാൻ തൻ്റെ ശരീരത്തെ തൻ്റെ ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിപ്പത്തിലേക്ക് മാറ്റി ആ സമുദ്രത്തെ നിഷ്പ്രയാസം തരണം ചെയ്തു എന്നുമാണ്. ലങ്കാലക്ഷ്മിയോ ആയിട്ടുള്ള ഭഗവാന്റെ സംഭാഷണവും സുരസ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയോ ആയിട്ടുള്ള രാക്ഷസ സ്ത്രീ ആയിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഭഗവാൻ ലങ്കയിൽ എത്തുന്നതായിട്ടാണ് ഇന്നത്തെ രംഗം മുതൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതിനുശേഷം ഭഗവാൻ ലഭിക്കുന്ന വിശേഷപ്പെട്ട അടയാളം, ആ ചൂടാമണിയെക്കുറിച്ചും ഭഗവാന്റെ ലങ്കാദഹന ലീലയെക്കുറിച്ചും നമുക്ക് ഇന്ന് സംസാരിക്കാം. സുന്ദരകാണ്ഡത്തിൽ ഭഗവാൻ ഈ സമുദ്ര തരണം ചെയ്തതിനു ശേഷം ലങ്കയിൽ എത്തുകയും ദേവി എവിടെയാണ് എന്നറിയാൻ വേണ്ടി ലങ്കയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ആ സമയത്താണ് അശോകവനികയിൽ ശിംശുമാ വൃക്ഷ ചുവട്ടിൽ ഒരു സ്ത്രീ അത്യധികം വിഷമത്തോടുകൂടിയിരിക്കുന്നത് ഭഗവാൻ മരത്തിന്റെ മുകളിൽ വെച്ച് കാണുന്നത്. അത്യധികം തന്നെ ഭക്തിയും സ്നേഹമൊക്കെ ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഭഗവാന്റെ ഉള്ളിലുണ്ടായി. അത് സീതാദേവി തന്നെയാണ് എന്ന് ഏതാണ്ട് ഭഗവാൻ ഉറപ്പായി. എങ്കിലും ഇത് ലങ്കയാണ്, ഇവിടെ രാക്ഷസന്മാരാണ് കൂടുതലുള്ളത്, പലതരത്തിലുള്ള മായാപ്രവൃത്തികളും ചെയ്യുന്ന ആളുകളാണ് അവർ, അത് ഭഗവതി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഭഗവാൻ ഒന്ന് ക്ഷമിച്ചു എന്നാണ്. ആ സമയത്താണ് അഴകിയ രാവണനായിട്ട് രാവണൻ ദേവിയെ പ്രലോഭിപ്പിക്കാനായി പലതരത്തിലുള്ള വസ്തുക്കളുമായി ദേവിയുടെ അടുത്തേക്ക് എത്തുന്നതും ദേവിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ആ സമയത്ത് ദേവി കൊടുക്കുന്ന മറുപടി കേട്ട് ഹനുമാൻ സ്വാമി ഉറപ്പിക്കുന്നു, ഇത് തന്നെയാണ് താൻ അന്വേഷിച്ചു വന്ന സീതാദേവിയെന്ന്. എങ്കിലും തൻ്റെ വരവ് കൂടി ദേവി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി ദേവിയുടെ മുന്നിൽ വെച്ച് വെച്ചാൽ ദേവിയുടെ സമീപത്തിരുന്നു കൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് രാമകഥകളെ പാടാൻ തുടങ്ങി ഭഗവാൻ എന്നാണ്. തൻ്റെ സ്വാമിയെക്കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ നിന്ന് കേട്ട സമയത്ത് ദേവിക്കുണ്ടായിട്ടുള്ള ചാരിതാർത്ഥ്യം, സന്തോഷം, എവിടെ നിന്നാണ് ഈ രാമനാമം മുഴങ്ങുന്നത് എന്ന് ദേവി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ആ സമയത്ത് ആശങ്കയുടെ പടുകുഴിയിലായിരിക്കുന്ന ആ ഭഗവതിയുടെ ധൈര്യത്തെ ഉയർത്താനായി ഭഗവാൻ ആ താഴത്തേക്ക് ചാടുകയും ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു.
പെട്ടെന്ന് ഭഗവാന്റെ ഈ രൂപവും ഭാവമൊക്കെ കണ്ടപ്പോൾ ദേവിക്ക് സംശയമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ് രാവണൻ പോയിട്ടേ ഉള്ളൂ. തന്നെ പ്രലോഭിപ്പിക്കാൻ, തന്നെ വശത്താക്കാൻ ഈ രാവണൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ചിന്ത ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് നിഷ്കളങ്കമായിട്ടല്ല ആദ്യം ദേവിയെ ഭഗവാനെ സമീപിക്കുന്നത്. പക്ഷേ ഭഗവാൻ കൊടുത്തയച്ച മുദ്രമോതിരം ഹനുമാൻ സ്വാമി ദേവിയെ കാണിക്കുന്നതോടുകൂടി ദേവിക്ക് ഇത്രയും നാൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിരഹവേദന അത് മുഴുവനായി ആ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ അങ്ങോട്ട് പൊട്ടി വീണു എന്നാണ്. ഉറപ്പായി തൻ്റെ ഭർത്താവ് തന്നെ രക്ഷിക്കാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തുന്നു. അതിന് കാരണക്കാരനായി തൻ്റെ അടുത്തേക്ക് ദൂതനായി എത്തിയിട്ടുള്ള ഹനുമാനോടും ദേവിക്ക് അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടാവുകയും ഹനുമാനെ ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ തിരിച്ചിനി വീണ്ടും ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ അമ്മയെ ഞാൻ കണ്ടു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തന്നയക്കണം. ആ സമയത്ത് ദേവി തൻ്റെ ശിരസിൽ ധരിച്ചിരുന്ന ചൂടാമണി എടുത്ത് ഹനുമാന് കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് മനസ്സിലാവും അങ്ങ് എന്നെ കണ്ടിട്ടുണ്ട് എന്ന്. അവിടെ ധൈര്യമായിട്ട് പൊക്കോളൂ. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചോളൂ, 1 മാസം കൂടിയേ ഞാൻ ജീവനോടെ ഇരിക്കുള്ളൂ. ആ 1 മാസത്തിനുള്ളിൽ എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാവണന്റെ തടവിൽ ഇനിയും അധികകാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് സ്വാമിയോട് പറയണം എന്നുകൂടെ പറഞ്ഞാണ് അമ്മ പറഞ്ഞയച്ചത്. അപ്പൊ വന്ന കാര്യമൊക്കെ സാധിച്ചപ്പോൾ ഭഗവാൻ ഉണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ട് ലങ്കാപുരി മുഴുവൻ ഭഗവാൻ തൻ്റെ അപ്രമാദിത്വം അങ്ങോട്ട് കാണിച്ചു എന്നാണ്. കണ്ണി കണ്ട രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. രാവണന്റെ ചില പുത്രന്മാരെയൊക്കെ ഭഗവാൻ വധിക്കുന്നുണ്ട്. ലങ്കയിലെ പൂന്തോട്ടൊക്കെ ഭഗവാൻ അലങ്കോലാക്കി. അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ചു. അങ്ങനെ ലങ്കാനഗരിയെ മുഴുവൻ ഒരു കുരങ്ങൻ, ഒരു വാനരൻ വന്ന് ഇതാ വിറപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പല സൈന്യാധിപന്മാരും ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നു. വന്നപാടെ അവരെയൊക്കെ തന്നെ ഭഗവാൻ കാലപുരിയിലേക്ക് അയച്ചു. എല്ലാവരും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് സാക്ഷാൽ ഇന്ദ്രജിത്ത്, മേഘനാഥൻ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് വരുന്നത്. മേഘനാഥന് പോലും ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭഗവാന്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു എന്നാണ് പറയുക. ബ്രഹ്മാസ്ത്രം പോയിട്ട് ഒരസ്ത്രവും ഹനുമാൻ സ്വാമിയെ തൊടാൻ പോലും സാധിക്കില്ല. പണ്ട് ഭഗവാന് വരം കിട്ടിയിട്ടുണ്ട്, ഒരസ്ത്രവും ഒരു ശസ്ത്രവും ഈ കുട്ടിക്ക് ഇനി മേലാൽ വിനാശം ഉണ്ടാക്കില്ല എന്ന്. എങ്കിലും ബ്രഹ്മാസ്ത്രമാണ് വരുന്നത് എന്ന് കണ്ട അതിനോടുള്ള ആദര സൂചകമായി ഭഗവാൻ കീഴ്പ്പെടുകയും ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്ന് ആദ്യം ഈ രാവണനെ ഒന്ന് കാണാൻ ഇതായിരിക്കും അവസരം എന്നുള്ള നിശ്ചയത്തോടു കൂടി തന്നെ പിടിച്ചു കെട്ടാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷമാണ് ലങ്കാധിപനായിട്ടുള്ള രാവണനെ ആദ്യമായി ഹനുമാൻ കാണുന്ന രംഗം രാമായണത്തിൽ വിവരിക്കുന്നത്. രാമനെ എങ്ങനെയാണോ ഹനുമാൻ ആദ്യം കണ്ടത്, അപ്പുണ്ടായിട്ടുള്ള ആ ഭക്തി, സ്നേഹം, ആ വികാരങ്ങളെ അല്ല രാവണനെ കണ്ടപ്പോൾ ഉണ്ടായത്. അതിയായിട്ടുള്ള ക്രോധം, അദ്ദേഹത്തോടുള്ള വൈരാഗ്യം, ഇതൊക്കെ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ നോക്കിയപ്പോൾ പോലും പല മഹാത്മാക്കളും പറയാറുണ്ട്, നിത്യേനയുള്ള ശിവ ഉപാസന കൊണ്ട് ഒരു ചൈതന്യം, ശിവന്റെ ഭക്തന്മാരിൽ ഉണ്ടാവണ ആ ചൈതന്യം തീർച്ചയായിട്ടും രാവണനിൽ ഭഗവാൻ കണ്ടു എന്നാണ്. കാരണം മഹാദേവന്റെ അംശമാണ് ഹനുമാൻ, മഹാദേവന്റെ വലിയ ഭക്തനാണ് രാവണൻ. അങ്ങനെയാണ് രാവണൻ ആദ്യമായി ഹനുമാനെ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അസംതൃപ്തനായിരുന്ന രാവണൻ ആദ്യം തന്നെ ഇദ്ദേഹത്തെ വധിക്കാനാണ് ഉത്തരവിടുന്നത്. ആ സമയത്താണ് വിഭീഷണൻ ഒരിക്കലും അത് ചെയ്യുന്നത് ഭൂഷണമല്ല എന്നറിയിക്കുകയും കവികൾക്ക് അവരുടെ വാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അതുകൊണ്ട് അത് കത്തിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ള ഒരു നിർദ്ദേശം ചില അസുരന്മാരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതും ഭഗവാന്റെ വാലിന് തീ പിടിപ്പിക്കുന്നതും ആ തീ പിടിച്ച വാലുമായി ഭഗവാൻ ഈ ലങ്കാപുരി മുഴുവൻ കത്തിയിരിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ പിന്നീടാണ് നടക്കുന്നത്. ഭഗവാനെ അഗ്നിയും സ്പർശിക്കില്ലായിരുന്നു. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഭഗവാൻ ഉണ്ടായിട്ടില്ല അഗ്നി കൊണ്ട്. പക്ഷെ ആ അഗ്നി കൊണ്ട് ലങ്ക മുഴുവൻ കത്തിച്ച താൻ ആരാണ് എന്നുള്ള ഒരു ബോധം തന്നെ ആക്രമിക്കാൻ വന്നവരിൽ സൃഷ്ടിച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും തൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോയത് എന്നാണ്. അങ്ങനെ ആരാണോ ആ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് ഏത് സമയത്തും ധൈര്യത്തെ കൊടുക്കുന്ന, വീരതയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്ന ആ അഞ്ജനാപുത്രനായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലങ്കാദഹന ലീലയെ അനുസ്മരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രവിശേഷങ്ങളുമായി ഒരു ദീപാരാധന കാഴ്ച കൂടിയെത്തുന്നു, കാണാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം
ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം. ഇത് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ആശ്രിത വത്സലനും ആപദ്ബാന്ധസൂനുവും കലിയുഗ വരദനുമായ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യ പൂർണിമ കൊണ്ട് പേരുകേട്ട ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ശ്രീരാമ ഭഗവാന്റെ ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കുന്ന ആലത്തിയൂർ പെരും തൃക്കോവിൽ കേരളത്തിലെ അതിപുരാതനവും പരിപാവനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിട. ഇവിടെ മുഖ്യദേവൻ ശ്രീരാമസ്വാമിയാണെങ്കിലും ശ്രീ ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്ന പേരിലത്തെ ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചിട്ടുണ്ട്. നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി. കേസരി എന്ന വാനരന്റെ പത്നിയായ അഞ്ജനയിൽ വായുവിനുണ്ടായ പുത്രനത്രേ ഹനുമാൻ. ഗർഭത്തിൽ നിന്നും വെളിയിൽ വന്നയുടൻ അദ്ദേഹം സൂര്യൻ ഏതോ ഒരു പഴമാണെന്ന് കരുതി അത് പറിച്ചു തിന്നുവാനായി മേൽപോട്ട് ചാടിയെന്നും ഇത് കണ്ട് ആരോ ഒരുവൻ സ്വർഗത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്ന് കരുതി ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചുവെന്നും അത് ഹനുവിൽ, അതായത് താടിയേലിലേറ്റ് ഹനുമാൻ താഴെ വീണുവെന്നുമാണ് പുരാണം. അന്നു മുതലാണ് അദ്ദേഹം ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഉൾഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. രാമ രാമ മന്ത്രം കേട്ടാൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് കുഞ്ചികസ്ഥലി എന്നൊരു അപ്സരസ് ദാസിയായി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ കാമവിവശയായി ബൃഹസ്പതിയെ ആലിംഗനം ചെയ്യുകയും ഇതിൽ കുപിതനായ ബൃഹസ്പതി അവിവേകം പ്രവർത്തിച്ച നീ ഒരു കുരങ്ങായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തുവത്രേ. ശാപവാക്യം കേട്ട് പരിഭ്രാന്തയും ദുഃഖിതയുമായ അവൾ താൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയി എന്ന് സ്വയം സമ്മതിച്ച് ശാപമോക്ഷത്തിനായി കേണു. ദയ തോന്നിയ ബൃഹസ്പതി ശിവാംശ സംഭവനായ ഒരു പുത്രനെ നീ എപ്പോൾ പ്രസവിക്കുന്നുവോ അപ്പോൾ നിന്റെ ശാപം തീരുമെന്ന് അരുളി ചെയ്തു. ശാപം മൂലം പുഞ്ചികസ്ഥലി അഞ്ജന എന്ന വാനര സ്ത്രീയായി പിറന്ന കേസരി എന്ന വാനരരാജാവിന്റെ പത്നിയായി മാറി. അന്നു മുതൽ അഞ്ജന ശിവനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനായി പരിശുദ്ധയായി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോകും. അങ്ങനെയിരിക്കുന്ന കാലത്ത് കൗതുകം നിമിത്തം ശിവപാർവതിമാർ വനത്തിൽ പ്രവേശിച്ച് കുരങ്ങുകളായി ക്രീഡിച്ച് വൃക്ഷശാഖകളിൽ വസിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പാർവതി ദേവി ഗർഭിണിയാവുകയുണ്ടായി. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിക്കുക വിഷമമെന്നോർത്ത് പാർവതി ദേവി പരമശിവനെ കാര്യമറിയിച്ചു. വിവരമറിഞ്ഞ പരമശിവൻ തന്റെ യോഗശക്തി കൊണ്ട് പാർവതി ദേവിയുടെ ഗർഭസ്ഥ ശിശുവിനെ വായുഭഗവാന് നൽകി. സന്തുഷ്ടനായ വായുഭഗവാൻ വളരെ കാലം ആ ശിവബീജവും വഹിച്ചുകൊണ്ട് നടന്നു. ഗർഭം പൂർണ്ണമായപ്പോൾ വായുഭഗവാൻ ഗർഭത്തെ അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിച്ചതിന് ശേഷം അഞ്ജന സ്വശരീരം ഉപേക്ഷിക്കുകയുണ്ടായി. ശേഷം പുഞ്ചികസ്ഥലിയായി സ്വർഗലോകം പോയി. അങ്ങനെ ഹനുമാന് ശിവനും വായുവും അഞ്ജനയും ഉൽപ്പത്തി സ്ഥാനങ്ങളായി തീർന്നു. തന്മൂലം വായുപുത്രൻ, ആഞ്ജനേയൻ എന്നീ പേരുകളിലും ഹനുമാൻ അറിയപ്പെടാൻ തുടങ്ങി. ഒരു സ്വാമി നിൻബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി. നിത്യബ്രഹ്മചാരിയും വേദശാസ്ത്ര പാരംഗതനും ഭക്താഗ്രേസരനും ചിരഞ്ജീവിയുമായ ഹനുമാൻ ക്ഷിപ്രപ്രസാദിയും സങ്കടനാശകനുമാണ്. ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ ഏതഭീഷ്ടങ്ങളും ഹനുമാൻ സാധിച്ചു കൊടുക്കുന്നുവെന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികളുടെയും ദുർദേവതകളുടെയും ബാധകൾ ശമിക്കുന്നതിനും രോഗശാന്തിക്കും ഗ്രഹപ്പിഴാശാന്തിക്കും ഹനുമത് ആരാധന ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികൾ വരുമ്പോൾ ഭക്തിയോടും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി ഹനുമാനെ ഭജിച്ചാൽ ശാന്തി കൈവരുമെന്നാണ് സങ്കല്പം. അഷ്ടവിധ മൈഥുന വ്യാപാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ഹനുമത് ഉപാസന നടത്തിയാൽ ക്ഷിപ്രഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ. ആലത്തിയൂർ എന്ന ദേശനാമോൽപത്തിക്ക് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇപ്രകാരമാണ്. ആലും മത്തിയും ഒന്നിച്ചു വളർന്നിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആലത്തിയൂർ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ആലത്തികം എന്നാൽ പ്രകാശം എന്ന അർത്ഥത്തിൽ
ആലത്തിയൂർ എന്ന സ്ഥലപ്പേരുണ്ടായി എന്നും ഹനുമാന്റെ ദിവ്യപ്രകാശത്തെ പരാമർശിച്ചുകൊണ്ടാകാം സ്ഥലത്തിന് ഈ പേര് വന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. ഇവിടുത്തെ ഹനുമർക്ക് 33 കോടി ദേവകളും ശക്തി മുഴുവൻ പകർന്നു നൽകിയിരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയെ കണ്ടെത്തി തിരിച്ചു വരാനാണ് എല്ലാ ദേവകളും ഹനുമാനിൽ അനുഗ്രഹം വർഷം ചൊരിയുന്നത്. മന്ത്രം കേട്ടാൽ ഭക്തിയിലമരും സ്വാമി, ഉൾഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. ശ്രീരാമ ഭഗവാൻ ഹനുമാന് ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് കേൾക്കാതിരിക്കുവാനായി ലക്ഷ്മണനെ അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആലത്തിയൂരിൽ. അതിനാൽ ലക്ഷ്മണക്ഷേത്രം ഇവിടെ പ്രധാന ക്ഷേത്രത്തിന് പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ആഞ്ജനേയ സ്വാമി ആലത്തിയൂർ ഹനുമാൻ കാവിലെ നാലമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ കരിങ്കൽ പീഠം. ഹനുമാൻ സ്വാമി സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് ചാടിയതിന്റെ ഓർമ്മയ്ക്കായുള്ളതാണ് ഈ കരിങ്കൽ പീഠം. ഈ പീഠത്തിന്റെ ഒരറ്റത്ത് നീളത്തിൽ ഒരു കരിങ്കല്ലുള്ളത് സമുദ്രമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭക്തന്മാർ ഓടി വന്ന് കരിങ്കല്ല് തൊടാതെ ചാടുന്നത് ശ്രേയസ്കരമാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചാടുന്നവർക്ക് ആയുരാരോഗ്യ സമൃദ്ധി ലഭിക്കുമെന്നാണ് പഴമ. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാന് ശക്തി പകർന്നത് ദേവഗണങ്ങളായിരുന്നു. ദേവകൾ അനുഗ്രഹിച്ചു നൽകിയ ശക്തിയാണ് ഹനുമാനെ വിജയത്തിലെത്തിച്ചതെന്ന സങ്കല്പമാണ് ഈ കലിന്മേലിൽ കൂടിയുള്ള ചാട്ടത്തിന് പിന്നിൽ. നരവീരനല്ലേ മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, അഞ്ജന തനയാ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവൻ. ആധ്യാത്മരാമായണം കിളിപ്പാട്ടെഴുതിയ തുഞ്ചത്തെഴുത്തച്ഛൻ ആലത്തിയൂർ ഭഗവാന്റെ കറകളഞ്ഞൊരു ഭക്തനായിരുന്നുവത്രേ. ഈ ഭക്തി കൊണ്ടാണ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഇത്രയും ഉജ്ജ്വലമായതെന്നാണ് വിശ്വാസം. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമ. കിഴക്കോട്ട് ദർശനമായാണ് ആലത്തിയൂരിൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നത്. നിത്യേന 3 പൂജകളാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. കറുത്തേടത്തു മനക്കാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രികാധികാരം കൈയാളുന്നത്. നാവിൽ തോന്നണേ സ്വാമി ആഞ്ജനേയ സ്വാമി, എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു. ഹനുമാന് കുഴച്ച പൊതിയവിൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ വഴിപാടിനായുള്ള ഒരു പൊതി അവിൽ തയ്യാറാക്കുന്നതിനായി 100 നാഴി അവൽ, 100 നാളികേരം, 28 കിലോ ശർക്കര, 12 കിലോ പഞ്ചസാര, 750 ഗ്രാം ചുക്ക്, 800 ഗ്രാം ജീരകം എന്നിവയാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. സീത അന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാന്റെ കയ്യിൽ ഈ ദേവഭക്ഷണം ഒരു പൊതിയാക്കി ശ്രീരാമൻ നൽകിയതായി പുരാണം ഉദ്ഘോഷിക്കുന്നു. നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി ആഞ്ജനേയ സ്വാമി. ആലത്തിയൂർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പൂജ പതിവില്ല. നിവേദ്യം മാത്രമാണ് ഉണ്ടാകുക. സാധാരണയായി ഹനുമാൻ സ്വാമിക്ക് നടത്തുന്ന വഴിപാടുകളായ നാരങ്ങാമാലയും വടമാലയും വെറ്റിലമാലയും ആലത്തിയൂരിൽ ഉപയോഗിക്കാറില്ല. വെറ്റിലമാല ഇവിടെ ഉപയോഗിക്കാത്തതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അശോകവനത്തിലിരിക്കുന്ന സീതയെ ഹനുമാൻ കാണുമ്പോൾ അടയാളവാക്യം പറയുന്നു. അത് കേട്ടയുടൻ ഒരു വള്ളി പറിച്ചെടുത്ത് സീതാദേവി ഹനുമാനെ അണിയിച്ചു. ഇത് വെറ്റിലയുടെ വള്ളിയായിരുന്നു. വിരഹദുഃഖം അനുഭവിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റില അണിയിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസം ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ആലത്തിയൂരിലെ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്താറില്ല. ഇവിടുത്തെ സങ്കല്പം സീതാ ദർശനത്തിന് തിരിക്കുന്നതിന് മുൻപുള്ളതായതിനാലാണ് ഇവിടെ വെറ്റിലമാല ചാർത്തുന്ന പതിവില്ലാത്തത്. ചതുശതം, ത്രിമധുരം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്പായസം എന്നിവയാണ് ആലത്തിയൂരിൽ ശ്രീരാമസ്വാമിക്കായി നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകൾ. ആഞ്ജനേയ സ്വാമി, എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീ. ശനിമൂലമുണ്ടാകുന്ന ദോഷം മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് ഉപോത്ബലകമായി 1-2 ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു. ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് രാവണൻ 9 ഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി. അനുകൂലവും ശക്തവുമായ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങളെ നിർത്തുകയും ചെയ്തു. ഗ്രഹദോഷങ്ങളിലൂടെ
ഇന്ദ്രജിത്തിനെ ആർക്കും പരാജയപ്പെടുത്താനാകാതെ വരണമെന്നതായിരുന്നു രാവണന്റെ ആഗ്രഹം. എന്നാൽ ലങ്കയിലെത്തിയ ഹനുമാൻ ശനിയെ രക്ഷിച്ചുവെന്നും പ്രത്യുപകാരമായി ഹനുമാനെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്തുവത്രേ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശനിയെ കീഴ്പ്പെടുത്തിയത് ഹനുമാൻ സ്വാമി മാത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ സമയമായപ്പോൾ ശനി ഭഗവാനെ തേടിയെത്തി. ശിവനെ വരെ താൻ ബന്ധനസ്ഥനാക്കിയതാണെന്ന് പറഞ്ഞെത്തിയ ശനിയോട് തനിക്കിപ്പോൾ സമയമില്ലെന്നായി ഭഗവാൻ. എന്നാൽ നിർബന്ധ ബുദ്ധിയോടെ ഹനുമാനിൽ പ്രവേശിച്ച ശനി ഒടുവിൽ ആ ശരീരത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതില്ലാതെ കരഞ്ഞപേക്ഷിച്ചു. അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ശരീരത്തിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ മാത്രമല്ല, എന്നെ ഭജിക്കുന്നവരുടെ ശരീരത്തിലും മേലിൽ പ്രവേശിക്കരുതെന്ന് ശനിയോട് ഭഗവാൻ പറഞ്ഞു. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ. ശ്രീരാമദേവനും ഹനുമാൻ സ്വാമിക്കും പുറമെ ഗണപതി, അയ്യപ്പൻ, ദുർഗാദേവി, വിഷ്ണു, ലക്ഷ്മണൻ, ഭദ്രകാളി എന്നിവർ ഉപദേവന്മാരായി ആലത്തിയൂർ പെരുംതൃക്കോവിലിൽ കുടികൊണ്ടു. തുലാമാസത്തിലെ തിരുവോണനാൾ അവസാനിക്കത്തക്ക വിധം 3 ദിവസത്തെ തിരുവുത്സവമാണ് ആലത്തിയൂർ ഹനുമാൻ കാവിലെ പ്രധാന വിശേഷാവസരം. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, രാമഭക്തിയിൽ പുണ്യം നേടിയ വാനരവീരനല്ലേ. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, അഞ്ജന തനയ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവനല്ലേ, അതിശയശാലിയല്ലേ, അതിശയശാലിയല്ലേ. ആഞ്ജനേയ സ്വാമി, എന്നുടെ ആഞ്ജനേയ സ്വാമി, തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. എന്നകതാരിൽ നിത്യം കുടികൊള്ളുന്നൊരു സ്വാമി. സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടാനായി തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുകയാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമി. എന്നുടെ ആഞ്ജനേയ സ്വാമി, തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. ഭേദബുദ്ധിയില്ലാത്ത ഒരുമയുടെ ഒരു ലോകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.